മാം ജാജി മാം അല്ലേ? മാം, ഞാനൊരു പ്രോഡക്റ്റ് തലയിൽ നരച്ച് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? ഇത് ഹെന്നയല്ലേ? ഹെന്നയാണ്. പിന്നെ ശരിക്കും പേരെന്താ? ഹരീഷ് എന്നാണ് പേര്. ഹരീഷ്. ഞാൻ ഹരിന്ന് വിളിച്ചോട്ടെ? അപ്പൊ ഹരി, നമ്മളെല്ലാരും പറയും ഹെന്ന. ചെറിയ കാലം തൊട്ട് നമ്മൾ കേട്ട് പഠിച്ചതാണ് ഹെന്ന ഹെന്നാന്ന്. പക്ഷെ നമ്മൾ ഹെന്ന എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിക്കാൻ യഥാർത്ഥത്തിൽ പാടില്ല. ഈ ഹെന്ന എന്ന് പറയാൻ നമ്മളിപ്പോ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞാലാ, ഞാനൊരു മതിലിൽ കൂടെ ടോർച്ച് അടിച്ചാലാ അതങ്ങ് വെളിയിൽ പോകത്തില്ല. അതേസമയം ഞാൻ ഗ്ലാസ്സിൽ കൂടെ ടോർച്ച് അടിച്ചാലോ അകത്ത് പോകും. അപ്പൊ ഈ ഹെന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയിൽ തേച്ചാൽ ഒരു ഭിത്തി കെട്ടുക. അപ്പൊ പിന്നെ അതിനൊന്നും ബ്രീത് ചെയ്യാൻ പോലും പറ്റില്ല. ചെറിയ കാലം തൊട്ട് ഈ മുടി ഒരുമാതിരി കമ്പി പോലെ ആയി അങ്ങ് ഡ്രൈനെസ് കൂടും. അപ്പൊ ഹെന്ന മേക്സ് ദ ഹെയർ ടു ഡ്രൈ. പിന്നെ നമുക്കൊരു എണ്ണ തേച്ചാൽ അകത്ത് പോകത്തില്ല. ഒരു സ്പാ ചെയ്താൽ അതേപോലെ ഭാവിയിൽ നമുക്കൊരു ഹെയർ കളർ ഒക്കെ ചെയ്താൽ പോലും അകത്തോട്ട് പോകത്തില്ല. ഒരു യൂസും ഇല്ലാത്ത ഒരു മുടിയായിട്ട് അതങ്ങ് മാറും. ഹെന്ന മേക്സ് ദ ഹെയർ ടു ഡ്രൈ. അതുപോലെ കുട്ടികൾക്ക് പോലും ഇത് ഉപയോഗിക്കാൻ പാടില്ല. കണ്ണിന്റെ കാഴ്ച കുറയും, കിഡ്നിക്ക് പ്രോബ്ലം വരും, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഹെന്ന ഉപയോഗിക്കാൻ പാടില്ലാന്ന്. ഇനി അടുത്ത ടിപ്പുമായിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.